ഇന്ത്യ സഖ്യത്തിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു മീറ്റിംഗ് ഇന്ന് നടക്കാൻ പോവുകയാണല്ലോ, യോഗം നടക്കാൻ പോവുകയാണല്ലോ. ഇന്ത്യ സഖ്യത്തിൻ്റെ കൺവീനർ പദവി അടക്കമുള്ള വിഷയങ്ങൾ, സീറ്റ് വിഭജനം, ഒപ്പം തന്നെ കോൺഗ്രസ് സ്വീകരിക്കുന്ന നിലപാടുകൾ വലിയ തോതിൽ ഇന്ത്യ സഖ്യത്തിൽ വിമർശനത്തിന് ഇടയാക്കിയിട്ടുണ്ട്. അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ നിൽക്കുന്നു ഒരു പശ്ചാത്തലമുണ്ട്. ഇതിനിടയിലാണ് ഇന്നിപ്പോൾ യോഗം ചേരാൻ വേണ്ടി പോകുന്നത്. ഓൺലൈനായിട്ടാണ് യോഗം ചേരുന്നതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ പറഞ്ഞ വിഷയങ്ങൾക്കൊക്കെ വിഷയങ്ങളാണോ പ്രധാന ചർച്ചയായി വരിക? തീർച്ചയായും. കാരണം വരുന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ BJPക്കെതിരെ വലിയ രീതിയിലുള്ള കെട്ടുറപ്പുള്ള ഒരു പ്രതിപക്ഷ രൂപീകരണം നടത്തേണ്ടത് ഇന്ത്യ മുന്നണിയുടെ അല്ലെങ്കിൽ പ്രതിപക്ഷ പാർട്ടികളുടെ ഒരു കൃത്യമായ നയമാണ്. ഇതുമായി ബന്ധപ്പെട്ടുള്ള സീറ്റ് വിഭജന ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇക്കാര്യത്തിൽ ഒരു ചെറിയൊരു വിഷയം എന്ന് പറഞ്ഞാൽ, പലപ്പോഴും ആം ആദ്മി പോലെയുള്ള പാർട്ടികളുമായും നടത്തുന്ന ചർച്ചകൾ തീരുമാനമാവാതെ പോകുന്ന താൽക്കാലികമായെങ്കിലും ഒരു പ്രതിസന്ധി ഉണ്ടായിരുന്നു. പക്ഷേ അതെല്ലാം മറികടന്നുകൊണ്ട് ഇന്ന് മുഴുവൻ നേതാക്കളെയും ഓൺലൈനിലൂടെയായിരിക്കും ചർച്ച നടത്തുക. കോൺഗ്രസിൻ്റെ നേതാക്കൾ മറ്റു പാർട്ടികളുമായി ആദ്യം ചർച്ച നടത്തിയത് JDUമായാണ്. അതിൻ്റെ പിന്തുടർന്ന് വന്ന് ആം ആദ്മി പാർട്ടിയുമായും മഹാരാഷ്ട്രയിലെ പാർട്ടികളുമായും മറ്റു പ്രാദേശിക പാർട്ടികളുമായും ചർച്ച നടത്തുകയുണ്ടായി. പക്ഷേ പലപ്പോഴും ബീഹാർ ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ വലിയ രീതിയിലുള്ള ഒരു സീറ്റ് വിഭജനത്തിലെ ഒരു തർക്കം നിലനിൽക്കുന്നു എന്നുള്ള ഒരു വസ്തുത നമുക്ക് കാണാൻ കഴിയാതെ വരില്ല. കാരണം ഈ ഇന്ത്യ മുന്നണിയിൽ ഉൾപ്പെടുന്ന നിതീഷ് കുമാറിൻ്റെ JDU ആയിരുന്നാലും ലാലു പ്രസാദ് യാദവിൻ്റെ പാർട്ടി ആയിരുന്നാലും വലിയ രീതിയിലുള്ള അവകാശവാദങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. ഈ 20 സീറ്റുകൾ ഉൾപ്പെടെ ഇവർ ആവശ്യപ്പെടുമ്പോൾ അവിടെ ഈ ചർച്ചകൾക്ക് ചുക്കാൻ പിടിക്കുന്ന കോൺഗ്രസ് പാർട്ടിക്ക് മത്സരിക്കാൻ സീറ്റില്ല എന്നുള്ള തരത്തിലേക്കുള്ള ചെറിയ തർക്കങ്ങൾ നിലനിൽക്കുന്നുണ്ട്. പക്ഷേ അത് ചെറിയ തർക്കമായി കാണാൻ പറ്റില്ല. എന്തായാലും ഇന്ന് ഓൺലൈനിൽ വഴിയായിരിക്കും ഈ നേതാക്കളുമായി ഇവർ ചർച്ച നടത്തുക. എല്ലാ നേതാക്കളും ഇതിൽ പങ്കെടുക്കുമെന്ന് തന്നെയാണ് അറിയാൻ കഴിയുന്നത്. എന്താണ് സംഭവിക്കാൻ പോകുന്നത്? ഈ പറഞ്ഞതുപോലെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ എത്തി നിൽക്കെ BJPക്കെതിരെ പ്രതിപക്ഷ മുന്നണിയിൽ വലിയ ഐക്യം കൊണ്ടുവരേണ്ടതുണ്ട്. പക്ഷേ കോൺഗ്രസിൻ്റെ നിലപാടുകൾ പല ഘട്ടങ്ങളിലും ആ ഐക്യത്തിന് വെല്ലുവിളിയാകുന്നു എന്ന പൊതുനിലപാടാണ് ഇന്ത്യ മുന്നണിയിലെ പല കക്ഷികളും മുന്നോട്ട് വയ്ക്കുന്നത്. കോൺഗ്രസിനെതിരെ പല കക്ഷികളും ആക്ഷേപങ്ങൾ ഉന്നയിക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. ഈ മുന്നണിയുടെ കൺവീനർ സ്ഥാനത്തേക്ക്, അല്ലെങ്കിൽ ഈ സഖ്യത്തിൻ്റെ കൺവീനർ സ്ഥാനത്തേക്കുള്ള ഒരു തെരഞ്ഞെടുപ്പ്, അല്ലെങ്കിൽ ആ സ്ഥാനത്തേക്ക് ഒരാളെ കൊണ്ടുവരേണ്ടതിൻ്റെ ആവശ്യകത, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ഇന്ത്യ മുന്നണിക്ക് മുന്നിൽ. അപ്പോൾ അതൊക്കെ പരിഹരിക്കാൻ വേണ്ടിയാണ് യോഗം. ഒപ്പം സീറ്റ് ചർച്ച പോലുള്ള പ്രധാനപ്പെട്ട വിഷയങ്ങൾ നിൽക്കുകയാണ്.